സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ എനിക്ക്. റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഒരു സൈഫൈ സീരീസാണ് പാരസൈറ്റ് ദ ഗ്രേ എന്ന് പറയുന്ന സീരീസ്. ആക്ച്വലി ഇതൊരു ജാപ്പനീസ് മാംഗേനെ ബേസ് ചെയ്തിട്ടുള്ള പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു മാംഗേനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ലൈവ് ആക്ഷൻ സീരീസാണ്. പിന്നെയെന്ന് വെച്ചാൽ ഓൾറെഡി ഇതിനെപ്പറ്റിയെന്ന് വെച്ചാൽ ഒരു 2014-2015 ആ ഒരു ടൈമിൽ പാരസൈറ്റ് എന്നിട്ട് രണ്ട് പാർട്ടുള്ള ഒരു സിനിമ, അതുപോലെ തന്നെ 2014 പാരസൈറ്റ് ദ മാക്സിമം എന്ന് പറഞ്ഞൊരു എനിമേ സീരീസും കൂടി വന്നിട്ടുണ്ടായി. പക്ഷെ ഞാൻ വെച്ചാൽ സത്യത്തിൽ ഇതൊന്നും കണ്ടിട്ടുണ്ടായില്ല, ഇതിൻ്റെ എനിമയും കണ്ടിട്ടുണ്ടായില്ല, ഞാൻ ഈ 2 പാർട്ട് മൂവിയും കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഒരു അതായത് എനിമേ വേർഷൻ കാണാനിരുന്ന ടൈമിലാണ് ഇതിൻ്റെ ലൈവ് ആക്ഷൻ സീരീസായിട്ട് വരേണ്ടതെന്ന് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ അത് കാണാമെന്ന് വെച്ചിരുന്നതാണ്. കണ്ടപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത്രയും അടിപൊളി എൻഗേജിങ് ആയിട്ടാണ് ഈ ഒരു സീരീസ് എടുത്തു വെച്ചിരിക്കുന്നത്. മെയിനായിട്ട് മേക്കിംഗ് ക്വാളിറ്റി ആയാലും അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയാലും എല്ലാം അടിപൊളിയായിട്ടുണ്ടായി. മെയിനായിട്ട് പറയാമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാനിതിൻ്റെ ബാക്കി മൂവീസോ അല്ലെങ്കിൽ എനിമയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ പാരസൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് ഈ ഒരു ലൈവ് ആക്ഷൻ സീരീസിൽ കൂടെ ഒരു മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ എനിമയോ കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്തവരിക്കാലും കാണാം. പിന്നെ എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്ത മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ പിന്നെ എക്സ്ട്രാ കുറേ സാധനങ്ങളൊന്നും ആഡ് ചെയ്തതായിട്ട് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് ആ സ്റ്റോറി തന്നെ പോകുന്നുള്ളൂ. അതായത് ഒരു സെക്കൻഡ് പോലും നമുക്ക് വേറെ ഒന്നേക്കും നമ്മളെ ഫീഡ് ചെയ്യുന്നില്ല ആ ഒരു കാര്യം. അതായത് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറച്ച് സംഭവങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് ആ സ്റ്റോറി എന്താണോ അത് പറഞ്ഞിട്ട് പോവുക. അതൊന്ന് ക്ലിയറായിട്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒന്നും പറയാതിരിക്കാൻ വയ്യ, അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സ്ഥലങ്ങളായിട്ട് ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ അതും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വന്ന സ്ഥലത്ത് അതും അടിപൊളിയായിട്ട് വരുന്നുണ്ട്. മെയിനായിട്ട് ഇതിൽ വരുന്ന ആക്ഷൻ സീക്വൻസ് എന്ന് വെച്ചാൽ ഈ പാരസൈറ്റിൻ്റെ കൈയും കാലും അതൊക്കെ വെച്ചിട്ടാണ്. കാലൊന്നും ഇല്ല, അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു സംഭവം വെച്ച് ചെയ്തിരിക്കുന്ന ആക്ഷൻ സീക്വൻസ് വേറെ ലെവലായിരുന്നു. അത്രയും അടിപൊളിയായിട്ടാണ് CGI കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും അടിപൊളിയായിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ഒരു മൂവിയിലോ ഇനിമേലോ വരാൻ ചാൻസ് ഇല്ല. ഞാനത് കണ്ടിട്ടില്ല. എന്നാലും ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു എന്ന് വെച്ചാൽ ആ ഒരു മൂവി എനിമയൊക്കെ ഇറങ്ങിയെന്ന് വെച്ചാൽ 2014-15 ടൈമിലാണ്. എനിമയുടെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം എനിമ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊന്നും നമുക്ക് സിനിമയിൽ ലൈവ് ആക്ഷനായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ആ ഒരു 2 പാർട്ട് ഇറങ്ങിയ പടത്തിൽ പോലും ഈ സീരീസ് പറഞ്ഞാൽ അത്ര അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ ഒരു കാലത്തായതുകൊണ്ടാണ് ഇത്ര അടിപൊളിയായിട്ട് ഇതിൻ്റെ CGI കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. അതൊക്കെ അവർ അത്രയും അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ സീരീസ് എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നേക്കും പടം പോകുന്നില്ല. ആ ഒരു മെയിൻ പോയിന്റിലേക്ക് അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് സീരീസ് പോകുന്നത്. ഞാൻ വെച്ചാൽ ഒറ്റയിരിപ്പിലാണ് ഈ ഒരു സീരീസ് ഉള്ളിൽ കണ്ടു വിട്ടത്. ജസ്റ്റ് 6 എപ്പിസോഡ് എങ്ങാണ്ടുള്ളൂ, അതിനെ ഫുള്ള് ഒറ്റയിരിപ്പിലാണ് കണ്ടത്. ഇതിൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എർത്തിലേക്ക് വരുന്ന ഒരു കൂട്ടം പാരസൈറ്റ് ഒരു ഹ്യൂമൻ ബോഡിയിൽ കയറിയിട്ട് ബാക്കിയുള്ള ഹ്യൂമൻസിനെ മൊത്തം കൊന്നു തീർക്കുക, അല്ലെങ്കിൽ ഹ്യൂമൻസിനെ എർത്തിയിൽ നിന്ന് ഇല്ലാണ്ടാക്കുക. അങ്ങനത്തെ അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് വരുന്ന കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ. പിന്നെ ഇതിൻ്റെ സീരീസ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് സീസണുള്ളൊരു ഇത് വരുന്നുണ്ട്, ഉറപ്പായിട്ടും വരുന്ന തന്നെയാണ് കാണിക്കുന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് സെക്കൻഡ് സീസൺ അപ്പോൾ നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ സൈഫൈ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ഞാനിപ്പോൾ എന്ന് വെച്ചാൽ സൈഫൈ മൂവി ഭയങ്കരമായിട്ട്, മൂവിയല്ല സീരീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, സീരീസ് ആയാലും മൂവി ആയാലും എനിവേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഉറപ്പായിട്ടും കണ്ടിരിക്കുക. വേറെ ഈ ഒരു സീരീസ് മാത്രമൊന്നും ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ എനിമയായാലും കണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഇതിൻ്റെ ഒരു സീരീസെങ്കിലും കണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത്. സോ മസ്റ്റ് വാച്ചോളാണ്. സോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.